ഇതാണോ നിങ്ങളുടെ വീട്ടിലെ തക്കാളിയുടെ അവസ്ഥ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള തക്കാളി നമുക്ക് ഇതുപോലെ നല്ല സുന്ദരന്മാരാക്കി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ തക്കാളിയൊക്കെ വിളവെടുക്കാൻ പ്രായമാകുമ്പോൾ അത് പൊട്ടിക്കേറുകയും അത് ചീഞ്ഞു പോവുകയും ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ പ്രതിവിധി എന്താണെന്നും അതിന്റെ കാരണങ്ങൾ എന്താണെന്നും നമുക്ക് കാണാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാ അമ്മമാരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തക്കാളി ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഏകദേശം വിളവെടുക്കാൻ പ്രായമാകുമ്പോൾ ഇതുപോലെ പൊട്ടിക്കേറി പോകുക, ഇല്ലെങ്കിൽ ചീഞ്ഞു പോവുക. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പൊ എല്ലാ വീട്ടമ്മമാർക്കുമുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ് ഇത് എന്താ കാരണം എന്ന്. പക്ഷെ ഒരു കാര്യം, ഇതൊരു രോഗമല്ല. ഇത് നമ്മുടെ തക്കാളിക്കുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഇത് നമ്മളൊരു രോഗമാണെന്ന് ഒരിക്കലും കരുതരുത്. ഇതൊരു രോഗമല്ല. ഇതിങ്ങനെ കേടാകുന്ന തക്കാളി ആദ്യം തന്നെ നമ്മൾ എടുത്ത് കളയേണ്ടതാണ്. ഞാൻ ഈ ഒരു തക്കാളി ചെടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഇത് നിർത്തിയിരുന്നതാണ്. അപ്പൊ ഞാൻ ഈ തക്കാളിയെ കാണിച്ചു തരാം. ഈ തക്കാളിയുടെ അടിഭാഗം ഇത് കണ്ടോ, ഇതിന്റെ ചോട് കണ്ടോ, ഇത് മണ്ണിങ്ങനെ നല്ല രീതിയിൽ തന്നെ അത് ഉറച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണിത് ഇങ്ങനെ തക്കാളിക്ക് ഇങ്ങനെ കേടുവരാൻ കാരണം. തക്കാളിയുടെ മണ്ണ് നല്ലതുപോലെ ഇളക്കമുള്ളതായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ നിന്നതാണ്. ഇതിന് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിക്ക് കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ് തക്കാളി ഇങ്ങനെ പൊട്ടിക്കീറുന്നത്. തക്കാളി ഇങ്ങനെ കാൽസ്യത്തിന്റെ കുറവ് വന്നാൽ അപ്പം തന്നെ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിക്കീറാൻ തുടങ്ങും. അപ്പൊ തക്കാളിക്ക് കാൽസ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പൊ തക്കാളി ഇതുപോലെ പൊട്ടിക്കീറാതിരിക്കാനും ഇങ്ങനെ വിണ്ടു പോകാതിരിക്കാനും ഒക്കെയുള്ള കാരണങ്ങൾ ഇതിനെന്തൊക്കെയാണ് നമ്മൾ പ്രതിവിധി ചെയ്യുന്നതെന്ന് നമ്മൾക്ക് കാണാം. ഇത് നമ്മളിങ്ങനെ പറിച്ചു മാറ്റണം കേട്ടോ. ഈ തക്കാളി ഇങ്ങനെ പൊട്ടിക്കേറിയ തക്കാളികളൊക്കെ നമ്മൾ പറിച്ചു മാറ്റണം. അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ കായ്ക്കാനും നമ്മുടെ തക്കാളികൾ നല്ല രീതിയിൽ വളരാനും നല്ല ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുവാനും ഇതുപോലെ കാകള് കണ്ടോ. ഇത് ചെറിയ തക്കാളി തൈ ആണെങ്കിലും ഇവർക്ക് പ്രായമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ചെറിയ തക്കാളി തൈ. പക്ഷെ ഇവരുടെ ഇലയൊക്കെ കണ്ടില്ലേ, നല്ല എത്രമാത്രം നല്ല പച്ച കളറ്, നല്ല ഇതോടുകൂടി നിൽക്കുന്ന ഇലകളും നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പൊ നല്ല രീതിയിൽ പൂക്കാൻ നമ്മൾ ചെയ്യുന്ന വളങ്ങൾ, നമ്മുടെ തക്കാളിക്ക് കാൽസ്യക്കുറവിലാണ് തക്കാളി അങ്ങനെ പൊട്ടിക്കീറുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കാൽസ്യത്തിന് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് മുട്ടത്തോട് പൊടി. അത് നല്ലതാണ്. മുട്ടത്തോട് ഉണക്കി പൊടിച്ച് നമുക്ക് നമ്മുടെ തക്കാളി ചെടികളുടെ ചുവട്ടിൽ കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന വളം നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിത് തക്കാളിക്ക് മുട്ടത്തോട് ഉണക്കി പൊടിച്ചതും പിന്നെ DAP, നമ്മുടെ DAP എല്ലാ കടകളിലും കിട്ടും, അതും കൂടെ ചേർത്ത് പൊടിച്ച് മിക്സ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ തക്കാളിക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങളൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി കുഞ്ഞു തൈയാ കണ്ടോ. ഇത് കണ്ടോ, നല്ല പൂവൊക്കെ ആയിട്ടുണ്ട്. തക്കാളിക്ക് ഇലകൾ നല്ല പച്ച നിറമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തക്കാളിക്ക് കൊടുക്കേണ്ടത് കാൽസ്യത്തിന്റെ കുറവിലാണ് നമ്മുടെ കാകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കീറി പോകുന്നത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് വളമാണ് നൽകുന്നതെങ്കിൽ യൂറിയ നമുക്ക് നൽകാം. അത് നമ്മൾ കാൽസ്യം ഉണ്ടാകും. അഥവാ നമ്മൾ അതല്ല ജൈവ രീതിയിൽ തന്നെയാണ് വളങ്ങൾ നൽകുന്നതെങ്കിൽ നമുക്ക് മുട്ടത്തോട് പൊടിച്ച് ചേർക്കാട്ടോ. മുട്ടത്തോട് ഉണക്കിയെടുത്ത് അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുട്ടത്തോടും DAPയും കൂടെ ഒന്നിച്ച് ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇതാണ് നമ്മുടെ തക്കാളിക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഒരാഴ്ച ആയിട്ടേ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചിടുന്നത്. ഇനി കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ തക്കാളിയുടെ ചൂടുകളിൽ. ഇതില്ലെങ്കിൽ നമുക്ക് കുമ്മായം, നമ്മുടെ തക്കാളിയുടെ ചൂടുകളിൽ ഓരോ സ്പൂണ് കുമ്മായം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുമ്മായം ഇല്ലെങ്കിൽ ഡോളോമെറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് മുട്ടത്തോട് എല്ലാ വീടുകളിലും, മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും മുട്ടത്തോട് കാണുന്നതാണ്. പിന്നെ DAP നമുക്ക് വലിയ വിലയൊന്നുമില്ല, അത് കുറച്ച് വാങ്ങി വെച്ചാൽ മതി. അതിങ്ങനെ പൊടിച്ച് നമുക്ക് അത് ചേർക്കാം. അത് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കായ ഉണ്ടാകുകയും പൂക്കളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് തക്കാളിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ പച്ചമുളകിനും അല്ലാതെ പൂച്ചെടികൾക്ക് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എൻ്റെ തക്കാളിക്ക് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മഞ്ഞപ്പൊടിയും മോരും കൂടി അന്ന് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ മഞ്ഞപ്പൊടിയും മോരും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു കൂട്ടം കൂടി ഒന്ന് രണ്ട് കൂട്ടം ഉണ്ട്, അതും കൂടെ ചേർത്ത് ഞാൻ തക്കാളിക്കെല്ലാം ഇലകൾക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും മാത്രം ചെയ്താൽ മതി. തക്കാളി കാകൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. കാകളൊന്നും പൊട്ടിക്കീറുകയില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് തക്കാളി കായ്ക്കാനും നമുക്ക് തക്കാളി കിട്ടാനും നമുക്ക് സഹായിക്കും. ഇത് കണ്ടതിൻ്റെ തക്കാളി ചെടികളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. 2 മാസമായ തക്കാളി ചെടികളാണ്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടറിയാം.
അതിന് 4 ആഴ്ചയായപ്പോൾ കൊടുത്ത വളങ്ങൾ, 3 ആഴ്ചയിൽ കൊടുക്കുന്ന വളങ്ങൾ, അതൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം നിങ്ങൾ തക്കാളി ചെടികളെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മുളക് ചെടിയെക്കുറിച്ച് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുളക് ചെടിയെന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് വാടിപ്പോകുന്നതിന് കാരണം. അപ്പം അതിന് ഞാൻ ചെടികൾക്കുള്ള നമ്മളൊരു വീഡിയോ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിയും വേപ്പെണ്ണയും മിശ്രിതം. അത് നിങ്ങൾ നിങ്ങളുടെ